Hi friends, welcome to PSC and Cooperative Winner. 10 question challenge for cooperative based exams in the fourth part ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ് ടു 3 പാർട്ട് വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ 3 പാർട്ടും കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ 100 ക്വസ്റ്റ്യൻ്റെ കുറച്ച് ഭാഗങ്ങൾ ചെയ്തിരുന്നു. മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു മോഡൽ എക്സാം എന്നുള്ള രീതിയിൽ നടത്തിയിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്തു നോക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അതുപോലെ തന്നെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ കയറി നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ് ബേസ്ഡ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 10 ക്വസ്റ്റ്യൻ ചലഞ്ച് എന്നുള്ള ഒരു കോഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ മിൽമയിലുള്ള അസിസ്റ്റൻ്റ്, ജൂനിയർ ക്ലർക്ക്, സെക്രട്ടറി തുടങ്ങിയ എല്ലാ കോപ്പറേറ്റീവ് ബേസ്ഡ് എക്സാംസിനും ഉപകാരപ്രദമാവുന്നൊരു ചലഞ്ചാണ് ഈ 10 ക്വസ്റ്റ്യൻ ചലഞ്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അപ് ടു 30 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി 31. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ഇൻ ദ ഇയർ. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്ത ഇയർ ഏതാണെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ 31ാമത്തെ ക്വസ്റ്റ്യൻ. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഈസ് ഓൾസോ നോൺ ആസ് ഗോർവാല കമ്മിറ്റി എന്നും അറിയപ്പെടുന്നുണ്ട്. അതായത് ഗോർവാലയാണ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്ത ഇയർ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 1951 ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തത്. ഓക്കെ, 1951 അപ്പോയിൻ്റ് ചെയ്തത്. 1954 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ 32. ദ കോപ്പറേറ്റീവ് ഫ്ലാഗ് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഇയർ. അപ്പോൾ നമ്മൾ ന്യൂ കോപ്പറേറ്റീവ് ഫ്ലാഗിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അതിൻ്റെ കളേഴ്സാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഏറ്റവും ന്യൂ ആയിട്ടുള്ള കോപ്പറേറ്റീവ് ഫ്ലാഗ് അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, 1923 1923 കോപ്പറേറ്റീവ് ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത്. 1923. ഓക്കെ, നെക്സ്റ്റ് 33. എ സൊസൈറ്റി ഹൂസ് ആക്ടിവിറ്റീസ് നോട്ട് കൺഫൈൻഡ് ടു ഓൺലി വൺ പർപ്പസ് ബട്ട് ടു പെർഫോം എ വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ഈസ് നോൺ ആസ്. ഒരു ഓൺലി വൺ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമല്ല സൊസൈറ്റി വർക്ക് ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫങ്ഷൻസ് ചെയ്യുന്നൊരു സൊസൈറ്റിയാണ്. അത്തരത്തിലുള്ള സൊസൈറ്റീസിനെ പറയുന്ന പേരെന്താണ്? ഓക്കെ, മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ചെയ്യുന്ന ഒരു പർപ്പസ്, സിംഗിൾ പർപ്പസ് മാത്രമായിരിക്കില്ല, വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ആയിരിക്കും ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതാണ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ആ നെയിമിൽ തന്നെ ഉണ്ട് എന്താണെന്നുള്ളത്. നെക്സ്റ്റ് 34. ദ സ്പെഷ്യൽ സ്കീം ഫ്രെയിംഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ പ്രൊവൈഡിംഗ് ലോൺസ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഈസ് കോൾഡ്. ഒരു സ്പെഷ്യൽ സ്കീമാണ്, ഗവൺമെൻറ് ഫ്രെയിം ചെയ്തൊരു സ്പെഷ്യൽ സ്കീമാണ്. എന്തിനു വേണ്ടിയിട്ട്? അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോൺ കൊടുക്കുന്നതിന് വേണ്ടി. ഈ ഒരു സ്കീമിനെ പറയുന്ന പേരെന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻസർ ഈസ് കൺസോർട്ടിയം ലെൻഡിങ് സ്കീം. കൺസോർട്ടിയം ലെൻഡിങ് സ്കീം സെക്ഷൻ 57C ആണിത് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് 35. ദ കേരള കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ. കേരള കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ആക്ട് എന്നാണ് പാസ്സാക്കിയത്? ആൻസർ ഈസ് 1960. 1960 പാസ്സാക്കിയത്. The Kerala Cooperative Land Mortgage Act was passed in the year 1960. അപ്പോൾ ദ കേരള കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക് ഉണ്ടല്ലോ, അതിപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണെന്നറിയോ? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഓൾഡ് നെയിമാണ് കേരള കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക്. ഓക്കെ,
Next 36, a special charge on movable or immovable property in favor of the Agricultural Development Bank or a primary bank is known as. Okay. A special charge on movable or immovable property in favor of the Agricultural Development Bank or a primary bank is known as. മൂവബിൾ അല്ലെങ്കിൽ മൂവബിൾ പ്രോപ്പർട്ടിയിൽ ചാർജ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ചാർജ്. ഓക്കെ, അതറിയപ്പെടുന്ന പേരെന്താന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഗഹൻ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ, ഗഹൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ക്യാൻ ഓപ്പറേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി വിത്തൗട്ട് ഗവൺമെൻറ് റെഗുലേഷൻസ് ഈസ് കോൾഡ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻ ഇല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, അങ്ങനത്തെ സൊസൈറ്റിക്ക് പറയുന്ന പേര് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സ്വാശ്രയ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ, സ്വാശ്രയ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് 38, ലോങ് ടേം ക്രെഡിറ്റ് നീഡ്സ് ടു ഫാമേഴ്സ് ആർ മെറ്റ് ബൈ. ലോങ് ടേം ക്രെഡിറ്റ് നീഡ്സ്, അതായത് ഫാമേഴ്സിൻ്റെ ലോങ് ടേം ക്രെഡിറ്റ് നീഡ്സ് എങ്ങനെയാണ് മെറ്റ് ചെയ്യുന്നത്, അതായത് ഏത് സൊസൈറ്റി അല്ലെങ്കിൽ ഏത് ബാങ്കാണ് ലോങ് ടേം ക്രെഡിറ്റ് ഫാമേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്. കഴിഞ്ഞ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലോങ് ടേം ക്രെഡിറ്റ് നീഡ്സ് ഫാമേഴ്സിൻ്റെ ഫുൾഫിൽ ചെയ്യുന്നത് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. ഓക്കെ, നെക്സ്റ്റ് 39, the statutory organization set up by central government for the promotion and development of coir industry in India. The statutory organization set up by central government for the promotion of and development of coir industry. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കൊയർ ബോർഡാണ്. ഓക്കെ, കൊയർ ബോർഡ്, കൊയർ ഫെഡ് അല്ല, കൊയർ ബോർഡ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഓർഗനൈസ് ചെയ്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്തിനു വേണ്ടിയിട്ട്, കൊയർ ഇൻഡസ്ട്രീൻ്റെ ഡെവലപ്മെൻറ്റിനും പ്രൊമോഷനും വേണ്ടിയിട്ട്. കൊയർ ബോർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊച്ചിയാണ്. ഓക്കെ, കൊയർ ഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആലപ്പുഴ. നെക്സ്റ്റ് 40, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട് വാസ് ടേബിൾഡ് ഇൻ ദ പാർലമെൻറ്റ് ഇൻ. നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട് എന്നാണ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 1991 ഡിസംബർ 17, 1991 ഡിസംബർ 17 നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. ഓക്കെ, ബാങ്കിങ് സെക്ടർ അല്ലെങ്കിൽ ബാങ്കിങ് റിഫോംസിലൊരു വലിയ മാറ്റം തന്നെയാണ് നരസിംഹ കമ്മിറ്റി കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ തുടർന്ന് നിങ്ങൾക്ക് വീഡിയോസൊക്കെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ 10 ക്വസ്റ്റ്യനും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പല കോപ്പറേറ്റീവ് ബേസ്ഡ് എക്സാമിന് നടന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും പല എക്സാമിനും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അപ്പം നമുക്ക് എക്സാമിന് വരാനുള്ള പോസിബിലിറ്റി ഒരു 90% പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എല്ലാ ഏരിയാസും സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും മാക്സിമം കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ചെയ്ത് നോക്കാനും ശ്രമിക്കുക. ഇനി എന്തെങ്കിലും റിസ്കി ആയിട്ടുള്ള ടോപ്പിക് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. ഏത് ടോപ്പിക്കിൻ്റെ ക്ലാസ്സാണ് വേണ്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണം, നമുക്ക് നോക്കാം. അപ്പോൾ ഈ മന്ത് ലാസ്റ്റുള്ള ജൂനിയർ ക്ലർക്കിൻ്റെ എക്സാമും എല്ലാവരും എഴുതുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഹാൾ ടിക്കറ്റൊക്കെ വന്ന് തുടങ്ങും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.